പീച്ചി താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻവീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. മരിച്ച പ്രഭാകരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായി 1 ലക്ഷം രൂപയും നൽകുമെന്ന് കളക്ടർ. 2 മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. അതിരപ്പള്ളിയിലെ കാട്ടാന ദൌത്യം വിജയകരം. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം കൊമ്പനെ കോടനാടുള്ള ചികിത്സാ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ ആരംഭിച്ചു. ഗുരുവായൂരിൽ നടന്ന സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷം സമാപിച്ചു. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സമീപ ജ്വല്ലറികളിലും സമാനമായ തട്ടിപ്പ് നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മരത്തങ്കോട് AKG നഗറിൽ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന വയോധികയുടെ മാല കവർന്നു. കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജു ആന്റണിയെ ബാങ്കിലെത്തിച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്തി. പ്രതിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. നമസ്കാരം. വിശദാംശങ്ങളിലേക്ക്. പീച്ചി താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻവീട്ടിൽ 58 വയസ്സുള്ള പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. കാടിനുള്ളിൽ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു ആനയുടെ ആക്രമണം. മകൻ പ്രശോഭ്, മരുമകൻ ലിജോ എന്നിവർക്കൊപ്പമാണ് പ്രഭാകരൻ ഉൾക്കാട്ടിലേക്ക് പോയത്. ലിജോയെയാണ് കാട്ടാൻ ആദ്യം ആക്രമിച്ചത്. തുമ്പിക്കൈ കൊണ്ട് അടിയേറ്റ ലിജോ നിലത്ത് വീണ ഉടൻ എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ടു. ആനയുടെ മുമ്പിൽ ഒറ്റപ്പെട്ടുപോയ പ്രഭാകരനെ ആന ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട പ്രശോഭും ലിജോയും വനം വകുപ്പ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ വനത്തിലെത്തി മൃതദേഹം കാട്ടിൽ നിന്നും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഞാൻ അറിയുമ്പോൾ ഒരു 10 മണിക്ക് മുന്നേ തന്നെ അറിഞ്ഞിട്ടുണ്ട്. മോനെ ഓടി വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്തേക്ക്. മോനെ ഓടി വന്നിട്ട് എൻ്റെ ചേട്ടനെ ചോദിച്ചു, അതായത് മാമനെ ഓടിയാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാമനെ ആശുപത്രി പോയേക്കാണ് മോനെ എന്ന് പറഞ്ഞു. എന്താടാന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ കരയണം കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്താണ് എന്തിട്ട് പറ്റിയെന്ന്, എന്താ കാര്യം പറയുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അമ്മായി ഇനി എനിക്ക് അച്ഛനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കാര്യം എന്ന് ചോദിച്ചു. അച്ഛനെ ആന അടിച്ച് കൊന്നു എന്ന് പറഞ്ഞു. സത്യമാണോ നീ പറയണമെന്ന് ചോദിച്ചപ്പോൾ ആന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാന്നൊക്കെ ഒന്നും ചോദിക്കാൻ എനിക്ക് പറ്റണില്ല. ഇവൻ അപ്പോഴേക്കും എൻ്റെ കൈ കൊതറ് കൂടി വൻ. ശരിക്കും കാട്ടില് എത്ര ദൂരത്തിലാണ് ദൂരം കുറെ ഉണ്ട്, അത് എനിക്ക് കറക്റ്റ് പറയാറില്ല. അവര് എന്നാ പോയത്? ഇന്ന് കാലത്ത് ഇന്ന് രാവിലെ 7 മണിക്കാണ് പോയത്. നമ്മുടെ ആൾക്കാർക്ക് നല്ല സ്പീഡിൽ നടക്കുന്ന ആൾക്കാരാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയാകുന്നു. 2 മാസത്തിനിടെ കാട്ടാനകളുടെ ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. പീച്ചി താമരവെള്ളച്ചാലിൽ ആദിവാസിയായ പ്രഭാകരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചതാണ് സംസ്ഥാനത്തെ അവസാന സംഭവം. 2 മാസത്തിനിടെ സംസ്ഥാനത്ത് കാട്ടാനകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 14 പേരാണ്. കഴിഞ്ഞ വർഷം കാട്ടാനയുടെ ആക്രമണത്തിൽ ആകെ 19 ജീവനുകൾ പൊലിഞ്ഞ സ്ഥാനത്താണ് ഈ വർഷം 2 മാസം മാത്രം പിന്നിടുമ്പോഴുള്ള ഞെട്ടിക്കുന്ന ഈ കണക്ക്. 2016 മുതൽ 2025 വരെയുള്ള കാലയളവിൽ കാട്ടാനയുടെ ആക്രമണങ്ങളിൽ 192 പേർക്ക് ജീവൻ നഷ്ടമായി എന്നാണ് വനം മന്ത്രി AK ശശീന്ദ്രൻ നിയമസഭയിൽ അവതരിപ്പിച്ച കണക്ക്. 2011 മുതൽ 2025 ഫെബ്രുവരി വരെയുള്ള 14 വർഷത്തെ കണക്കുകൾ നോക്കുമ്പോൾ 289 പേരുടെ ജീവനുകളാണ് കാട്ടാനകൾ എടുത്തത്. 14 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ 1533 പേർ കൊല്ലപ്പെട്ടു. കാട്ടാനകൾക്ക് പുറമെ കടുവയുടെ ആക്രമണത്തിൽ 11 പേരും കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 63 പേരും കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 9 പേരും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ. വന്യജീവികൾ നിരവധി ജീവനെടുക്കുമ്പോഴും നാട്ടിലിറങ്ങി കൃഷിയും വീടും സ്വത്തുമെല്ലാം നശിപ്പിക്കുമ്പോഴും ജനത്തിന്റെ ഭീതി ഉയരുകയാണ്. വന്യജീവി ശല്യത്തിനെതിരെ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. TC വിനോസ്, തൃശൂർ. പീച്ചി ഉൾവനത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പ്രഭാകരന്റെ വസതി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സന്ദർശിച്ചു. മരിച്ച പ്രഭാകരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായി 1 ലക്ഷം രൂപയും നൽകുമെന്ന് കളക്ടർ അറിയിച്ചു. ഇതിൽ 5 ലക്ഷം രൂപ വ്യാഴാഴ്ച കുടുംബത്തിന് കൈമാറും. പ്രഭാകരന്റെ ആശ്രിതരിൽ ഒരാൾക്ക് വനം വകുപ്പിൽ താൽക്കാലിക ജോലി നൽകാൻ വനം വകുപ്പിനോട് ശുപാർശ ചെയ്തു. ഈ ജോലി സ്ഥിരപ്പെടുത്തണമെന്ന് സർക്കാരിനോട് ശുപാർശ ചെയ്യുമെന്നും കളക്ടർ അറിയിച്ചു. മസ്തകത്തിൽ മുറിവേറ്റ് കാലടി പ്ലാന്റേഷൻ കോർപ്പറേഷൻ കാടുകളിൽ അലഞ്ഞ കാട്ടാനയെ വനപാലകർ കോടനാടെത്തിച്ചു. അഭയാരണ്യ കേന്ദ്രത്തിൽ ആനയ്ക്ക് ചികിത്സ ആരംഭിച്ചു. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ആനയെ 17-ാം ബ്ലോക്കിലെ എണ്ണപ്പന തോട്ടത്തിൽ നിന്നും കുങ്കിയാനകളുടെ സഹായത്തോടെ അനിമൽ ആംബുലൻസിൽ കയറ്റി കോടനാട്ടേക്ക് കൊണ്ടുപോയത്. രാവിലെ 7:15-നായിരുന്നു
ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ആനയ്ക്ക് നേരെ മയക്കുവെടിവെച്ചത്. ഈ സമയം തൊട്ടടുത്ത് ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടാനയും ഉണ്ടായിരുന്നു. മയക്കുവെടിയേറ്റ കൊമ്പൻ അവിടെ തന്നെ നിന്നപ്പോൾ ഏഴാറ്റുമുഖം ഗണപതി അടുത്തെത്തി തുമ്പിക്കൈ ഉയർത്തി സഹജീവിയെ തലോടുകയും കുറച്ചുനേരം വെടിയേറ്റ ആനയെ താങ്ങി നിർത്തുകയും ചെയ്തു. ഒടുവിൽ ആന മെല്ലെ താഴേക്ക് വീണു. ഇത് കണ്ട ഗണപതി അടുത്തേക്ക് എത്തിയപ്പോൾ ദൗത്യസംഘം പമ്പാക്ഷൻ ഗൺ ഉപയോഗിച്ച് വെടി ഉതിർത്തു. തുടരെ ശബ്ദം കേട്ടതോടെ ഏഴാറ്റുമുഖം ഗണപതി ഭയന്ന് മാറിപ്പോയി. രാവിലെ മുതൽ സമീപ പ്രദേശങ്ങളിൽ നിലയുറപ്പിച്ചിരുന്ന 10ഓളം മറ്റ് കാട്ടാനകളും പിന്തിരിഞ്ഞോടി. തുടർന്ന് ഡോക്ടർ അരുൺ സക്രിയയുടെ നേതൃത്വത്തിൽ ചികിത്സ ആരംഭിച്ചു. ഗ്ലൂക്കോസ് അടക്കമുള്ള മരുന്നുകൾ കുത്തിവെക്കുകയും ആനയ്ക്ക് പ്രതിരോധ മരുന്ന് നൽകുകയും ചെയ്തു. ശരീരം തണുപ്പിക്കുന്നതിന് വെള്ളം പമ്പ് ചെയ്തു. ഇതിനിടെ ആനയെ കൊണ്ടുപോകുന്നതിന് ആനിമൽ ആംബുലൻസ് സജ്ജമാക്കി. തുടർന്ന് ആനയെ എഴുന്നേൽപ്പിക്കാൻ ശ്രമം. 3 കുങ്കിയാനകൾ ചുറ്റും നിന്ന് വെടിയേറ്റ ആനയെ മസ്തകത്താൽ തട്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഉണർന്ന കാട്ടാനയെ കുങ്കിയാനകൾ വാഹനത്തിലേക്ക് തള്ളിക്കയറ്റി. തുടർന്ന് മലയാറ്റൂർ വഴി കോടനാട്ടേക്ക് എത്തിക്കുകയായിരുന്നു. TC വിനോസ്, ചാലക്കുടി. മയക്കുവെടിയേറ്റ കൊമ്പന് താങ്ങായി ഏഴാറ്റുമുഖം ഗണപതി. സഹജീവി സ്നേഹത്തിന്റെ ഉദാത്ത മാതൃക പ്രകടമാക്കി കാട്ടാനകൾ. മയക്കുവെടിയേറ്റ ആനയെ ചേർത്തു നിർത്തി തുമ്പിക്കൈയാൽ സാന്ത്വനിപ്പിച്ച ഏഴാറ്റുമുഖം ഗണപതിയാണ് ആർദ്രമായ കാഴ്ചയായത്. ഒരു വേള തളർന്ന കൊമ്പനെ വീഴാതെ നോക്കാനും ഗണപതി പരിശ്രമിച്ചു. പരിസരത്ത് തടിച്ചുകൂടിയ 100 കണക്കിന് ആളുകൾക്കും ദൗത്യസംഘത്തിനും ഇത് അപൂർവ അനുഭവമായി. വനപാലകർ ഉന്നം വെച്ച ആനയോടൊപ്പം പുലർച്ചെ മുതൽ ഏഴാറ്റുമുഖം ഗണപതിയും ഉണ്ടായിരുന്നു. മുറിവേറ്റ കൊമ്പനെ മയക്കുവെടി വെക്കുമ്പോഴും സമീപത്തു നിന്ന് മാറാൻ അവൻ കൂട്ടാക്കിയില്ല. ഒടുവിൽ എന്തോ അപായ സൂചന കിട്ടിയ പോലെ പരിക്കുള്ള ആനയെ ഗണപതി ചേർത്തു നിർത്തി. ഒപ്പം തുമ്പിക്കൈ കൊണ്ട് ആശ്ലേഷിക്കുകയും ചെയ്തു. ആ നിൽപ്പിനൊടുവിലാണ് വെടിയേറ്റ ആന ഒരു വശത്തേക്ക് വീണത്. താഴെ വീണ കൊമ്പന്റെ അരികിലേക്ക് വീണ്ടും ഗണപതി എത്തി. അതിനിടെ പൈപ്പ് ആക്ഷൻ ഗണ്ണുപയോഗിച്ച് ദൗത്യസംഘം ശബ്ദമുണ്ടാക്കി അവനെ തുരത്തുകയായിരുന്നു. 100 കണക്കിന് ആളുകളുടെ സാന്നിധ്യവും വെടിശബ്ദവും കേട്ട് ഓടിപ്പോകുന്നതിനിടയിലും എണ്ണപ്പനത്തോട്ടത്തിൽ ഏഴാറ്റുമുഖം ഗണപതി പ്രകടിപ്പിച്ച സഹജീവി സ്നേഹം കണ്ടുനിന്നവരുടെ കണ്ണുകളെ ഇറനണിയിച്ചു. TCV, ചാലക്കുടി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ ഇന്ന് നേരിടുന്ന വെല്ലുവിളികൾ മറികടക്കാൻ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കേരളത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളതെന്നും മുഖ്യമന്ത്രി. ഗുരുവായൂരിൽ നടന്നുവന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇടപെടലിന്റെയും പങ്കാളിത്തത്തിന്റെയും ഭാഗമായാണ് കേരളം ഇന്ന് നേടിയ എല്ലാ നേട്ടങ്ങളും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ നാം നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ഇതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കുമുണ്ട്. ഈ വരുന്ന നവംബർ 1 കൂടി കേരളത്തെ ദരിദ്രമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റാനാണ് ലക്ഷ്യമിടുന്നതെന്നും രാജ്യത്തിനാകെ മാതൃകയാകാൻ പറ്റുന്ന ഒന്നായാണ് മാറാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു നവകേരള സൃഷ്ടിയാണ് ലക്ഷ്യമിടുന്നത്. ആ നവകേരള സൃഷ്ടി യാഥാർത്ഥ്യമാക്കുന്നതിൽ സുപ്രധാന പങ്ക് തദ്ദേശ സ്ഥാപനങ്ങൾക്കുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം, മാലിന്യ നിർമ്മാർജ്ജനം, പാലിയേറ്റീവ് കെയർ രംഗം, സംരംഭകത്വ വികസനം, ഇവയിലെല്ലാം തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് പ്രത്യേകമായി വിശദീകരിക്കേണ്ടതില്ല. നാം കേരള സംസ്ഥാനം ഈ വരുന്ന നവംബർ 1 അതിദരിദ്ര കുടുംബമില്ലാത്ത ഒരു സംസ്ഥാനമാക്കി മാറ്റണം എന്നാണ് ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി നേരത്തെ മുതൽ നാം നടത്തിവരുന്ന പ്രവർത്തനങ്ങൾ അത് നല്ല പുരോഗതി നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് വരുന്നവർക്ക് ഒരു ദുരനുഭവം ഉണ്ടാകരുത്. നമ്മുടെ നാടിന്റെ ശുചിത്വം കൃത്യമായി പരിപാലിക്കണമെന്നും നാം ഉറപ്പുവരുത്തണം. കേരളത്തിൽ വ്യവസായ അന്തരീക്ഷം മാറി വന്നിരിക്കുകയാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനം നേടാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. ക്ഷേമ പദ്ധതികളുടെ ഭാഗമായ സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാര്യത്തിലും നല്ല ഇടപെടലുകളാണ് ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ ശോഭനമായ നവകേരള സൃഷ്ടിയാണ് നാം ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ മുനിസിപ്പൽ ചെയർമാൻ M കൃഷ്ണദാസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ഗുരുവായൂർ MLA NK അക്ബർ, കൊച്ചി മേയർ അനിൽകുമാർ, തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ, ശുചിത്വ മിഷൻ കൺസൾട്ടന്റ് N ജഗജീവൻ,
ക്ലീൻ കേരള കമ്പനി MD കെ സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാലിന്യമുക്തം നവകേരളം തുടർക്കർമ്മ പരിപാടി എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TB അനുപമയും അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം സുസ്ഥിര നേട്ടം ഉറപ്പുവരുത്തൽ എന്ന വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ ശ്രീറാം സാംബശിവ റാവുവും വിഷയാവതരണം നടത്തി. സ്വരാജ് ട്രോഫി, മഹാത്മാ പുരസ്കാരം, മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം, സ്വരാജ് മാധ്യമ പുരസ്കാരം, ലൈഫ് മിഷൻ പുരസ്കാരം തുടങ്ങിയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രനഗരിയിലെ നിരത്തുകളിൽ സർക്കാർ വാഹനങ്ങൾ നിറഞ്ഞൊഴുകി. ചുവന്ന ബോർഡ് സ്ഥാപിച്ച വാഹനങ്ങളാണ് 2 ദിവസമായി നഗരി കൈയടക്കിയത്. ഗുരുവായൂരിൽ നടന്ന തദ്ദേശ ദിനാഘോഷത്തിന്റെ അലയൊലിയായിരുന്നു റോഡുകളിൽ. സംസ്ഥാനത്തെ 941 ഗ്രാമപഞ്ചായത്തുകൾ, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 87 നഗരസഭകൾ, 14 ജില്ലാ പഞ്ചായത്ത്, 6 കോർപ്പറേഷനുകൾ എന്നിവിടങ്ങളിലെ അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരാണ് തദ്ദേശ ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. ലോഡ്ജുകളിൽ 2 ദിവസമായി മുറി കിട്ടാത്ത അവസ്ഥയായിരുന്നു. നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും പാർക്കിംഗ് ഗ്രൗണ്ടുകളും നിറഞ്ഞു. റോഡരികിലാണ് പല വാഹനങ്ങളും പാർക്ക് ചെയ്തത്. സാധാരണക്കാരുടെ വാഹനങ്ങൾ വേഗത കുറയ്ക്കുമ്പോഴും നോ പാർക്കിംഗ് പിഴ ഈടാക്കുന്നുവെന്ന് ആരോപണം നേരിടുന്ന ടെമ്പിൾ പോലീസ് ചുവന്ന ബോർഡുള്ള വാഹനങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചു. പൂർണ്ണമായും വൺവേ സംവിധാനമാണ് ഏർപ്പെടുത്തിയത്. നേരത്തെ ഇരുചക്ര വാഹനങ്ങൾക്കും ഓട്ടോറിക്ഷകൾക്കും ഉണ്ടായിരുന്ന ഇളവ് അനുവദിച്ചില്ല. ശബരിമല സീസണിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ കൂടി ഗതാഗത നിയന്ത്രണത്തിന് നിയോഗിച്ചു. ഇവർക്കും പോലീസിനും പുറമെ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനും ഗതാഗത നിയന്ത്രണ രംഗത്ത് ഉണ്ടായിരുന്നു. ക്ഷേത്ര ദർശനത്തിന് തിരക്ക് അനുഭവപ്പെട്ടു. കയ്പമംഗലം 3 പീടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ തട്ടിയെടുത്തു. സ്വർണ്ണഗോപുരം ജ്വല്ലറിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു സംഭവം. വളയും മാലയും മോതിരവും വാങ്ങിയ ശേഷം 5,67,700 രൂപ വരുന്ന ബിൽ നെറ്റ് ബാങ്കിലെ നെഫ്റ്റ് സംവിധാനം വഴി അടയ്ക്കുകയാണെന്ന് പറഞ്ഞ് യുവാവ് പണം അടച്ചതിന്റെ സ്ലിപ്പ് സ്വന്തം മൊബൈലിൽ ജ്വല്ലറി ഉടമയെ കാണിക്കുകയായിരുന്നു. നെഫ്റ്റ് ആയതിനാൽ ജ്വല്ലറിയുടെ അക്കൗണ്ടിൽ ഇതിന്റെ സന്ദേശം എത്താൻ വൈകുമെന്നും ഇയാൾ ജ്വല്ലറി ഉടമയെ ധരിപ്പിച്ചു. ഇത് വിശ്വസിച്ച് ഉടമ സ്വർണവുമായി യുവാവിനെ പോകാൻ അനുവദിക്കുകയായിരുന്നു. എന്നാൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പണം അക്കൗണ്ടിൽ എത്താതായതോടെ ഉടമ യുവാവിനെ ഫോണിൽ വിളിച്ചു ചോദിച്ചെങ്കിലും പണം ഉടൻ എത്തുമെന്നാണ് അയാൾ അപ്പോഴും ഉടമയോട് പറഞ്ഞത്. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും പണം എത്താതായതോടെ ഉടമ വീണ്ടും വിളിച്ചപ്പോൾ മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തതോടെയാണ് തട്ടിപ്പാണെന്ന് മനസ്സിലായത്. ബാങ്കിൽ അന്വേഷിച്ചപ്പോൾ 2 ലക്ഷത്തിൽ കൂടുതൽ നെഫ്റ്റ് വഴി അയക്കാൻ കഴിയില്ലെന്നറിഞ്ഞതോടെ ജ്വല്ലറി ഉടമ ഉടൻ തന്നെ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ജ്വല്ലറിയിൽ വന്ന യുവാവിന്റെ CCTV ദൃശ്യങ്ങൾ സഹിതമാണ് പരാതി നൽകിയിട്ടുള്ളത്. കയ്പമംഗലം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തട്ടിപ്പ് നടത്തിയ യുവാവ് ഇന്നലെ തന്നെ 3 പീടികയിലെ മറ്റൊരു കടയിലും കൊടുങ്ങല്ലൂരിലെ മറ്റൊരു ജ്വല്ലറിയിലും തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 3 പീടികയിൽ ഇയാൾ ആദ്യം കയറിയ ജ്വല്ലറിയിൽ നിന്നും 2.25 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയെങ്കിലും പണം നൽകാതെ ആഭരണം കൊണ്ടുപോകാൻ ജ്വല്ലറി ജീവനക്കാർ അനുവദിക്കാത്തതിനാൽ തട്ടിപ്പ് നടന്നില്ല. ഇതിനുശേഷമാണ് തട്ടിപ്പ് നടന്ന ജ്വല്ലറിയിൽ ഇയാളെത്തിയത്. പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായി കയ്പമംഗലം പോലീസ് പറഞ്ഞു. TCV ന്യൂസ്, കയ്പമംഗലം. മരത്തൻകോട് AKG നഗറിൽ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന വയോധികയുടെ മാല കവർന്നു. കൊട്ടാരപ്പാട്ട് വീട്ടിൽ സുമതിയുടെ 2 പവന്റെ മാലയാണ് പൊട്ടിച്ചത്. വീട്ടമ്മയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. മോഷ്ടാവിനായി കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രദേശത്തെ CCTV ക്യാമറകൾ പരിശോധിച്ചു വരികയാണ്. ഞാൻ ബെല്ലടിച്ചോണ്ട് പുറകിൽ ഇങ്ങനെ പറിച്ച് കാതാ നൊന്തത്, കഴുത്ത് നൊന്തില്ല. അന്നേരം എൻ്റെ കാത് നോന്ന് പറയുമ്പോൾ എടുത്ത് വീട്ടിൽ ഓടി. ഒരു 45 വയസ്സ് വേണം. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. പോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജു ആന്റണിയെ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് അന്വേഷണ സംഘം വീണ്ടും തെളിവെടുപ്പ് നടത്തി. കവർച്ചയ്ക്ക് വന്നപ്പോൾ ധരിച്ചിരുന്ന ടീഷർട്ടും ഗ്ലൌസും ഹെൽമറ്റും ധരിപ്പിച്ചായിരുന്നു പോലീസ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത്. ചാലക്കുടി DYSP K സുമേഷ്, SHO MK സജീവ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. 2 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ പ്രതിയെ വ്യാഴാഴ്ച വീണ്ടും ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. CPM ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ തൃശൂർ TCV ഓഫീസ് സന്ദർശിച്ചു. TCV ചാനൽ കൺവീനർ PM നാസർ, കമ്മിറ്റി അംഗങ്ങളായ ജേക്കബ് ജെറോം, മണി ആറാട്ടുപുഴ, MP തോമസ്, TCV ജനറൽ മാനേജർ മനോജ് കമ്മത്ത്, ബ്യൂറോ ചീഫ് മുകേഷ് ലാൽ എന്നിവർ ചേർന്ന് അബ്ദുൽ ഖാദറിനെ സ്വീകരിച്ചു. സാറ്റലൈറ്റ് ചാനലുകൾ വിവാദങ്ങൾക്ക് പിറകെ പായുമ്പോൾ ഗ്രാമീണത ഉയർത്തിപ്പിടിക്കുന്ന ജനകീയ ചാനലാണ് TCV എന്നും സത്യസന്ധമായ മാധ്യമശൈലി കൊണ്ട് തൃശൂരിന്റെ സ്വന്തം ചാനലായി TCV മാറിയതായും അബ്ദുൽ ഖാദർ പറഞ്ഞു.
ഗ്രാമീണവും ജനകീയവുമായ വാർത്തകളിലൂടെ TCV ജനങ്ങളുടെ മുക്തകണ്ഠമായ പ്രശംസ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. മറ്റ് ചാനലുകൾ വിവാദ വ്യവസായത്തിന് പുറകെ പോകുമ്പോൾ ജനങ്ങളുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട വാർത്തകളാണ് TCV നൽകുന്നത്. ഗ്രാമീണതയെ നിലനിർത്തുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ സമൂഹത്തിന് മുമ്പാകെയും ഭരണകൂടത്തിന് മുമ്പാകെയും കൊണ്ടുവരികയും ചെയ്യുക എന്ന സത്യസന്ധമായ ഒരു മാധ്യമ ശൈലി TCV ആവിഷ്കരിക്കുന്നുണ്ട്. തീർച്ചയായും തൃശ്ശൂരിൻ്റെ ശബ്ദമായി TCV മാറിക്കഴിഞ്ഞിട്ട് ഏതാനും വർഷങ്ങളായി. കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുരുവായൂർ കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ബ്ലാങ്ങാട് ശാഖയിൽ നടന്ന പഴയ സ്വർണം തട്ടിപ്പിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹെഡ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പടിഞ്ഞാറേ നടയിലെ ബാങ്ക് ഹെഡ് ഓഫീസിന് മുൻപിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ പൊതുയോഗം ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് എറിൻ ആന്റണി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് KS അനൂപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം TG രഹന, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി KS വിഷ്ണു എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരത്ത് SFI പ്രവർത്തകരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പടിഞ്ഞാറെ വെമ്പലൂർ MES അസ്മാവി കോളേജിലെ BCom ഫിനാൻസ് 3ാം വർഷ വിദ്യാർത്ഥിയും SFI ഏരിയ സെക്രട്ടേറിയറ്റ് അംഗവുമായ VM നാഹിൽ, സഹപാഠികളായ VM അൻവർ, അലൻ വർഗീസ് എന്നിവരെയാണ് ഒരു സംഘം വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. പരിക്കേറ്റ 3 പേരെയും കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. D-സോൺ കലോത്സവവുമായി ബന്ധപ്പെട്ട യോഗത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കിയതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ആക്രമണത്തിന് പുറകിലെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. നിരന്തരമായിട്ട് ചില പ്രശ്നങ്ങളുണ്ട്. ലഹരിയും അടിമപ്പെട്ട് കുറച്ച് വിദ്യാർത്ഥികൾ കോളേജിൽ തുടങ്ങിയത് അവർ ഫസ്റ്റ് ഇയർ വന്നപ്പോൾ മുതലുള്ള പ്രശ്നങ്ങളാണ്. ഫസ്റ്റ് ഇയർ യൂണിയൻ ഏകദേശന് എൻ്റെ അതായത് യൂണിയൻ ജനറൽ സെക്രട്ടറി എൻ്റെ തലടിച്ച് കൂട്ടിയിട്ട് അവർ ഫസ്റ്റ് തുടക്കത്തിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി തുടങ്ങിയിരിക്കണം. ഇപ്പം അടുത്ത് D-സോണുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് കോളേജിൽ വിളിച്ച്, അത് D-സോൺ മീറ്റിങ്ങിൽ മദ്യപിച്ച് കയറി വന്ന് അവർ നമ്മളെ ആക്രമിക്കേണ്ടായത്. ആക്രമണത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്നലെ ഒരു വിഷയം ഉണ്ടായത്. ഇന്നലെ ഒരു ഇതിൽ ഈ പ്രശ്നത്തിലൊന്നുമില്ലാത്ത ഈ അലൻ വിദ്യാർത്ഥി ഗ്രൗണ്ടിലേക്ക് പോണ വഴിക്ക് ഗ്രൗണ്ടിൽ നിന്ന് ഒരു മാരകായുധം കൊണ്ട് തലക്കടിക്ക് നമ്മുടെ മാരകായുധങ്ങളും മറ്റു സാധനങ്ങളും ഉപയോഗിച്ച് അവിടെ തലക്കടിച്ച് അലനെ അവിടെ ഒറ്റയ്ക്ക് 3-4 പേര് കൂടി തല്ലി ചതക്കേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇവിടെ അൻവർ, അതായത് ഞങ്ങൾ എല്ലാവരും കൂടി ചെല്ലുമ്പോഴാണ് അൻവർ എന്ന് പറഞ്ഞാൽ ഇവനെ തല്ലണത്. വെച്ചാൽ എൻ്റെ പല്ല് പോയിട്ടുണ്ട്. പിന്നെ 2 പല്ലിടിച്ചിട്ട് തല്ലിട്ടുണ്ട്. പിന്നെ ഈ കൈ ഫ്രാക്ചറുണ്ട്. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി ഓഫീസിൽ നിന്നും ഔദ്യോഗിക രേഖകൾ രാത്രിയിൽ കടത്തിയതായി ആരോപണം. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ മാത്രം പ്രവർത്തിക്കുന്ന ഓഫീസ് രാത്രി തുറന്നാണ് ഓട്ടോറിക്ഷയിൽ ഫയലുകൾ കടത്തിയതെന്നാണ് ആരോപണം. ആശുപത്രിയിൽ അനധികൃത നിയമനങ്ങളും സാമ്പത്തിക ക്രമക്കേടുകളും നടന്നതായുള്ള പരാതിയെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ആശുപത്രിയുടെ ഓഫീസിൽ നിന്നും രേഖകൾ കടത്തിയതായുള്ള ആരോപണം ഉയർന്നത്. അനധികൃത നിയമനവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ വിളിച്ചുയർത്തിയ യോഗത്തിൽ കയ്യാങ്കളി നടന്ന സംഭവത്തിന് തൊട്ടുപിന്നാലെയാണ് രേഖകൾ കടത്തൽ വിവാദമായിരിക്കുന്നത്. എടവിലങ്ങിൽ ജനവാസ കേന്ദ്രത്തിലെ തോട്ടിൽ ശുചിമുറി മാലിന്യം തള്ളി. അരണാലി തോട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ശുചിമുറി മാലിന്യം തള്ളിയത്. എടവിലങ്ങ് പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും ചേർന്ന് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും മാലിന്യം തള്ളിയ വാഹനത്തിന്റെ ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ല. പ്രദേശത്ത് മാലിന്യം തള്ളുന്നത് പതിവാണെന്നും അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു. കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ എല്ലാ ഒട്ടുമിക്ക ദിവസങ്ങളിലും വേസ്റ്റുകളൊക്കെ ഇവിടെ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. വീടുകളിൽ വരുന്ന വേസ്റ്റുകൾ, പിന്നെ കോഴി വേസ്റ്റുകൾ, കോഴി മാലിന്യങ്ങളൊക്കെ തള്ളിക്കൊണ്ടിരിക്കും. ഇപ്പം ആദ്യമായിട്ടാണ് ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റ് അടക്കം നമുക്ക് ഈ പരിസരത്തുള്ള ഒരുപാട് വീടുകളുണ്ട്. അവർക്കൊന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല. ക്രാങ്ങളായിട്ടൊക്കെ താമസിക്കുന്നതാണ്. എല്ലാവർക്കും ശ്വസിക്കാൻ പറ്റുള്ളൂ. ഭയങ്കര സ്മെല്ലായിരിക്കും. കോഴി വേസ്റ്റ് ഒട്ടുമിക്ക ദിവസം ഉണ്ടായിരുന്നതാണ്. ഇപ്പം അതൊക്കെ കുറവാണ്. ഇപ്പം ഈ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഈ വേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പഞ്ചായത്ത് ഇടപെട്ട് നല്ല രീതിയിൽ നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് തരണം. പക്ഷേ നല്ല ക്യാമറ ഒക്കെ വെച്ചാൽ എന്തെങ്കിലും സഹായിച്ചു തരണം. തരുന്നില്ല. ഈ പഞ്ചായത്തിൻ്റെ ലാസ്റ്റ് ഘട്ടം കാരണം ഇത് അവർ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ പാലം പൊളിഞ്ഞ് ഇത്രയും വർഷങ്ങളായാണ് പാലം, അതുപോലെ അവർ ശ്രദ്ധിക്കില്ല. പഞ്ചായത്തുകാർ വിളിക്കാൻ ഇടപെടുന്നില്ല.
ലാസ്റ്റ് ഭാഗം കാരണം ഇത് എസ്എംബരത്തിൻ്റെ ലാസ്റ്റ് എൻഡാണല്ലോ, അതുകൊണ്ട് അവർ ഇടപെടുന്നില്ല. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി തരണം. പൊതുയിടങ്ങളിലും മറ്റു മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അറിയിച്ചു. വേലൂർ മണിമലർക്കാവ് കുതിരവേലയുടെ പറപ്പുറപ്പാട് ആരംഭിച്ചു. മാർച്ച് 2 മുതൽ 5 വരെയുള്ള തീയതികളിലാണ് കുതിരവേല ആഘോഷിക്കുന്നത്. 23ഓളം ദേശങ്ങളിലെ പറയെടുപ്പ് 15 ദിവസങ്ങളിലായാണ് നടക്കുക. മാർച്ച് 4-ന് കുറൂർ മനപ്പറമ്പിലെ പറയ്ക്ക് ശേഷം സമാപിക്കും. ഭരണിവേലിയിൽ സന്ധ്യയ്ക്ക് ക്ഷേത്രനടയിൽ അരിപ്പറ ചൊരിയും. തുടർന്ന് ചരിത്രപ്രസിദ്ധമായ അരിത്താലവും അരിപ്പറമേളവും നടക്കും. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി വൈകുണ്ഠം നാരായണൻ നമ്പൂതിരി എന്നിവർ കാർമ്മികരായി. ക്ഷേത്രം ട്രസ്റ്റി ശിവദാസൻ പെരുവഴിക്കാട്ട്, പ്രസിഡന്റ് ശ്രീരാമൻ കൂട്ട്, സെക്രട്ടറി സുജീഷ് അരുവാത്തോട്ടത്തിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന് ഈ വർഷം മുതൽ പുതിയ കോലം എഴുന്നള്ളിക്കും. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം 110 വർഷം പഴക്കമുള്ള കോലം മാറ്റി പുതിയ കോലം വടക്കാഞ്ചേരി ആലത്തൂർ മഠം കുടുംബത്തിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ദേശത്തിന് കൈമാറി. ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശത്തിന്റെ കോലം നൂറ്റാണ്ടുകളായി ആലത്തൂർ മഠത്തിലാണ് സൂക്ഷിക്കാറുള്ളത്. ആലത്തൂർ മഠം ഇപ്പോഴത്തെ കാരണവർ എസ് വെങ്കടേശ്വരനും കുടുംബാംഗങ്ങളും ചേർന്നാണ് പുതിയ കോലം പണികഴിപ്പിച്ചത്. തൃശൂർ ഒളരി സന്തോഷ് ജോർജ് എന്ന കലാകാരനാണ് കോലം പണിതീർത്തത്. വടക്കാഞ്ചേരി ദേശം പ്രസിഡന്റ് CA ശങ്കരൻകുട്ടി, ആലത്തൂർ മഠം പ്രതിനിധി S നരസിംഹൻ, ജനറൽ സെക്രട്ടറി PN വൈശാഖ്, പ്രശാന്ത് പുഴങ്കര, PK രാജേഷ് എന്നിവർ ചേർന്ന് പുതിയ കോലം വടക്കാഞ്ചേരി ദേശത്തിനു വേണ്ടി ഏറ്റുവാങ്ങി. ഗുരുവായൂർ മമ്മിയൂരിൽ ബൈക്കിൽ ടോറസ് ലോറി ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ഇരിങ്ങപ്പുറം പുന്നവീട്ടിൽ 45 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ 3:30 മമ്മിയൂർ സെന്ററിലായിരുന്നു അപകടം. വിപിനൊപ്പം ബൈക്കിൽ കൂടെയുണ്ടായിരുന്ന ഇരിങ്ങപ്പുറം ചാണാശ്ശേരി സതീഷിന് പരിക്കേറ്റിരുന്നു. മുല്ലശ്ശേരി പഞ്ചായത്തിലെ മാനിടക്കുന്നിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങൾ വിലയുള്ള ശുദ്ധജല പൈപ്പുകൾ കത്തിനശിച്ചു. മുല്ലശ്ശേരി മാനിടയിൽ ജല അതോറിറ്റിയുടെ അധീനതയിലുള്ള സ്ഥലത്ത് കൂട്ടിയിട്ടിരുന്ന 40 ലക്ഷം രൂപ വില വരുന്ന PVC പൈപ്പുകളാണ് പുൽക്കാടുകൾക്ക് തീപിടിച്ച് കത്തിയത്. റീബിൽഡ് കേരള പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുവാൻ ജല അതോറിറ്റി കൊണ്ടുവന്നിട്ട പൈപ്പുകളാണിത്. പദ്ധതി തുടങ്ങി നാളുകളേറെയായിട്ടും പല ഭാഗങ്ങളിലും പൈപ്പിടൽ ഇതുവരെ പൂർത്തിയായിട്ടില്ല. അധികൃതർ വേണ്ടത്ര സുരക്ഷിതത്വമില്ലാതെ അലക്ഷ്യമായി പൈപ്പുകൾ ഇട്ടതാണ് കത്തിനശിക്കാൻ കാരണമെന്ന് പറയുന്നു. അധികൃതരുടെ അനാസ്ഥയ്ക്ക് BJP മുല്ലശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികളായ സുനിൽകുമാർ അപ്പു, സുനിൽ പുതിയടത്ത്, TG പ്രവീൺ എന്നിവർ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റി പറവട്ടാനിയിലെ മധ്യമേഖലാ വനം ആസ്ഥാനത്തിന് മുൻപിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. വനപാലകർക്ക് ന്യായമായ വിശ്രമം നൽകുക, അടച്ചുപൂട്ടിയ ജില്ലയിലെ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P വിനോദ്, മധ്യമേഖലാ സെക്രട്ടറി MP അനിൽകുമാർ, ജില്ലാ പ്രസിഡന്റ് BV ഷിജു, ജില്ലാ സെക്രട്ടറി PR അരുൺ, സംസ്ഥാന കൌൺസിലർമാരായ KV അശോകൻ, രജിംഷ് രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. വന്യമൃഗങ്ങൾ ജനവാസ കേന്ദ്രത്തിലെത്തുന്ന ദുരിതം ഒഴിവാക്കാൻ സർക്കാർ അതിരപ്പള്ളി പ്ലാന്റേഷൻ മേഖലകളിൽ നടപ്പിലാക്കുന്ന പ്രത്യേക ഫെൻസിംഗ് സംവിധാനത്തിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. അരൂർമുഴിയിൽ നിന്ന് കണ്ണൻകുടി പാലം വരെ 9 കിലോമീറ്ററും താഴേക്ക് ചാട്ടുകല്ല് തറ വരെയും ഫെൻസിംഗ് ഒരുക്കും. ആകെ 19 കിലോമീറ്റർ ദൂരമാണ് ഫെൻസിംഗ് ഒരുക്കുന്നത്. ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി അരൂർമുഴിയിലെ പുഴത്തീരത്ത് JCB ഉപയോഗിച്ച് സ്ഥലം വൃത്തിയാക്കി. ഹാങ്ങിംഗ് ഫെൻസിംഗ് ആയിരിക്കും നിർമ്മിക്കുക. കാലടി പ്ലാന്റേഷൻ പരിധിയിൽ 60 കിലോമീറ്റർ ദൈർഘ്യത്തിലും സൗരോർജ്ജ ഫെൻസിംഗ് തയ്യാറാക്കും. നബാർഡിന്റെ സഹായത്തോടെ 13.15 കോടി രൂപയാണ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ സർക്കാർ അനുവദിച്ചത്. മാള മഠത്തുമടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പൂർണ്ണ സജ്ജമാക്കി ഉടൻ പ്രവർത്തനം ആരംഭിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. മാള സ്വദേശി ഷാൻഡി ജോസഫ് തട്ടകത്ത് നൽകിയ ഹർജിയിലാണ് 3 മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കണമെന്ന് ജസ്റ്റിസ് CS ഡയസ്, ചീഫ് സെക്രട്ടറി, പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവർക്ക് ഉത്തരവ് നൽകിയത്. 44 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം തുടങ്ങാത്തതിൽ അലംഭാവം കാണിച്ച സർക്കാർ നടപടിക്കെതിരെയായിരുന്നു ഹർജി. ചീഫ് സെക്രട്ടറി മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള 6 ഉദ്യോഗസ്ഥരെ എതിർകക്ഷികളാക്കിയാണ് കേസ് ഫയൽ ചെയ്തിരുന്നത്. ഉദ്ഘാടനം ചെയ്ത് 2 വർഷം കഴിഞ്ഞിട്ടും മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തന സജ്ജമായില്ല. പരാതികൾ കൊടുത്തു, അപ്പൊ തസ്തികയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്മാർട്ട് വില്ലേജ് ബോർഡിൽ മാത്രം ഒതുങ്ങി. ഹൈക്കോടതി സർക്കാരിനോട് അതിലൊരു തീരുമാനമെടുക്കാൻ പറഞ്ഞെങ്കിലും സർക്കാർ വീണ്ടും തസ്തികയില്ലെന്നും
ഗ്രൂപ്പ് വില്ലേജുകൾ ഇപ്പോൾ ഡിവൈഡ് ചെയ്യുന്നില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അതിലൊരു അനുകൂല തീരുമാനമെടുത്തില്ല. 2023 വീണ്ടും ഞാൻ ഹൈക്കോടതി സമീപിച്ചു. ആ ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞ ദിവസം വിധി വന്നു. മടത്തുംപടി സ്മാർട്ട് വില്ലേജ് ഓഫീസ് അവിടെ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കുവാനുണ്ടോ അതെല്ലാം ഒരുക്കി 3 മാസത്തിനുള്ളിൽ ആ വില്ലേജ് ഓഫീസ് പ്രവർത്തിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ജീവനക്കാരുടെ തസ്തിക നിശ്ചയിക്കുകയും വില്ലേജ് വിഭജനവും നടത്താതെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചു. മടത്തുംപടിയിൽ 44 ലക്ഷം രൂപ ചെലവഴിച്ച് 1861 ചതുരശ്രയടി വിസ്തീർണത്തിൽ നിർമ്മിച്ച സ്മാർട്ട് വില്ലേജ് ഓഫീസ് 2020 സെപ്റ്റംബർ 15 മന്ത്രി ഉദ്ഘാടനം നിർവഹിച്ച അന്ന് തന്നെ പൂട്ടിയിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു ജീവനക്കാരനെ നിയമിച്ച് 2022 നവംബർ 19 മുതൽ തുറന്നെങ്കിലും വീണ്ടും അടച്ചു. തുടർന്ന് വാർത്ത വന്നപ്പോൾ VR സുനിൽകുമാർ MLA ഇടപെട്ട് വീണ്ടും ഒരു ജീവനക്കാരനെ നിയമിച്ച് തുറക്കുന്നുണ്ട്. ഒരു ജീവനക്കാരൻ മാത്രം ജോലി ചെയ്തപ്പോൾ നികുതിയും അപേക്ഷകളും സ്വീകരിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. വൈദ്യുതി ലഭിച്ചെങ്കിലും മറ്റ് സൗകര്യങ്ങളൊന്നുമില്ലാതെ ആർക്കും പ്രയോജനമില്ലാതെ പേരിനൊരു വില്ലേജ് ഓഫീസായി മാറിയിരുന്നു. TCV ന്യൂസ് മാള. വള്ളത്തോർ നഗർ വെട്ടിക്കാട്ടിരിയിൽ കുണുമ്പോഴക്കിനിടെ 5 വയസ്സുള്ള കുട്ടി ഉൾപ്പെടെ 3 പേരെ അടിച്ച് പരിക്കേൽപ്പിച്ച വയോധികനെ ചെറുതുരുത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. വെട്ടിക്കാട്ടിരി കുരുവാളത്തൊടി വീട്ടിൽ രവിയെയാണ് SI നിഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. രവിയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പ്രേമലത, അമൃത, 5 വയസ്സുള്ള ഇഷാൻ എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ സിമന്റ് ഇഷ്ടിക നിർമ്മാണ കേന്ദ്രത്തിലെ പ്ലാസ്റ്റിക് ചാക്കുകൾ കത്തിച്ചു. മേത്തല കാക്കനാട്ടുകുന്നിൽ പ്രവർത്തിക്കുന്ന മൈത്രി സോളിഡ് ബ്രിക്സ് എന്ന സ്ഥാപനത്തിലായിരുന്നു സംഭവം. 3000-ഓളം പ്ലാസ്റ്റിക് ചാക്കുകൾ ഡീസൽ ഒഴിച്ച് കത്തിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പ്ലാസ്റ്റിക് ചാക്കുകൾ തീയിട്ടതിനെ തുടർന്ന് പ്രദേശത്ത് പുകയും ദുർഗന്ധവും നിറഞ്ഞു. നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയതോടെ കമ്പനിയിലെ ജീവനക്കാർ തീകെടുത്തി. മൈത്രി സോളിഡ് ബ്രിക്സിനെതിരെ നേരത്തെയും പ്രതിഷേധം ഉയർന്നിരുന്നു. ചെറിയ റോഡിലൂടെ കമ്പനിയിലേക്ക് സാമഗ്രികളുമായി ഭാരമേറിയ ചരക്ക് വാഹനങ്ങൾ പതിവായി വരുന്നതും ഇഷ്ടിക നിർമ്മാണത്തിനിടെ പൊടിപടലങ്ങൾ ഉയരുന്നതും പ്രദേശവാസികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി ചൂണ്ടിക്കാട്ടി നാട്ടുകാർ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. ഇതിനിടയിലാണ് പ്ലാസ്റ്റിക് മാലിന്യം കത്തിച്ചത്. ജനജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ഇഷ്ടിക നിർമ്മാണ കേന്ദ്രം തുടർന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് വാർഡ് കൗൺസിലർ രമാദേവി പറഞ്ഞു. കൂടുതലായിട്ടുണ്ട് നമ്മളിവിടെ ഈ കട്ട കമ്പനി തുടങ്ങിയിട്ട്. ഈ കട്ട കമ്പനി തുടങ്ങിയപ്പോൾ തന്നെ ഒരു ചെറിയ ഷെഡ് വെച്ച് കെട്ടിയിട്ട് അവർ ചെറിയ രൂപത്തിലാണ് തുടങ്ങിയിരുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞ് അപ്പോൾ പരിസരവാസികളും നാട്ടുകാരൊന്നും എതിർത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവരുടെ ജീവിതമാർഗ്ഗമല്ലേ, അപ്പോൾ അവർ ചെയ്തോട്ടെ എന്ന് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ വലിയ ഷെഡാക്കി മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലൈസൻസ് പോലും എടുക്കാതെയാണ് ഇവർ ഇത്രയും വലിയ ഷെഡ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഈ കട്ട കമ്പനി തുടങ്ങിയിട്ടുള്ളത്. ഈ പരിസരവാസികൾക്ക് മൊത്തം എതിർപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ അടുത്ത് തന്നെ താമസിക്കുന്ന ആ താണയത്ത് ഹരിച്ചേട്ടൻ, അതുപോലെ തന്നെ കുറേ വീട്ടുകാരുണ്ട്. അവർക്കൊക്കെ ഈ പൊടി ശല്യം കൊണ്ട് ആ ചേച്ചിക്ക് എന്നും ശ്വാസം മുട്ടണം. ആ ചേച്ചി ഇപ്പോൾ ആസ്പത്രിയിൽ പോയി അഡ്മിറ്റായി വന്നിട്ടുള്ളൂ, 2 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിനെതിരെ ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്ത്, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത്, മുനിസിപ്പാലിറ്റിയിൽ പരാതി കൊടുത്തപ്പോൾ ഇവരാണെങ്കിൽ ആദ്യം ഒരു ചെറിയ ടെമ്പോ വെച്ചാണ് കട്ടകൾ കൊണ്ടുവരലും ഈ ഇതിൻ്റെ മെറ്റീരിയൽ കൊണ്ടുവരലൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരു വലിയ വണ്ടിയാക്കി, കോറസ് വണ്ടിയാക്കിയപ്പോഴാണ് ഈ പരിസരവാസികളൊക്കെ എതിർത്തത്. എന്താണെന്ന് വെച്ചാൽ പലരുടെയും മതിലുകൾ ഇടിഞ്ഞ് വീഴുക, വീടുകൾക്ക് വിള്ളൽ വീഴുക, അതുപോലെ തന്നെ അവിടെ ഒരു കുളമുണ്ട്, ശോഭൻ ചേച്ചിര. ഉത്രാളിക്കാവിൽ പറ പുറപ്പെട്ടതോടെ അനുഷ്ഠാന നാടൻ കലാരൂപമായ പൂതനം തിറയും തട്ടകത്തെ വീടുകളിലേക്കുള്ള യാത്ര തുടങ്ങി. വ്രതശുദ്ധിയോടെ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെത്തി തൊഴുതതിനു ശേഷമാണ് പൂതനം തിറയും വീടുകളിലേക്ക് എത്തുന്നത്. 25-ന് പൂര ദിവസം ക്ഷേത്രത്തിലെത്തി സമാപിക്കും. ഹൈക്കോടതി ഉത്തരവ് പാലിക്കാതെ കോടതി ഇലക്ഷൻ നടപടിക്ക് വിധേയയായ കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ രാജിവെക്കണമെന്ന് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, DCC സെക്രട്ടറി ബിജോയ് ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പൊതുസ്ഥലങ്ങളിലെ ബോർഡുകൾ എടുത്തു മാറ്റണമെന്ന കോടതി ഉത്തരവ് മരവിപ്പിച്ചുകൊണ്ട് ബോർഡുകൾ എടുത്തു മാറ്റുന്നത് നിർത്തിവെക്കാൻ ഉത്തരവിട്ട സീതാ രവീന്ദ്രന്റെ നടപടി ഭരണഘടനാ ലംഘനമാണെന്ന് അഡ്വക്കേറ്റ് CB രാജീവ് പറഞ്ഞു. ചെയർപേഴ്സന്റെ ഉത്തരവ് അനുസരിക്കാതിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥയെ മറ്റൊരു സീറ്റിലേക്ക് സ്ഥലം മാറ്റിയെന്നും രാജീവ് ആരോപിച്ചു. നന്ദിവലത്ത് വീട് കയറി ആക്രമിച്ച കേസിലെ മുഖ്യപ്രതിയെ വരന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ നന്ദിപുലം ഇടലപ്പള്ളി സ്വദേശി ചെമ്മനാടൻ വീട്ടിൽ കുട്ടാരു എന്ന വൈശാഖാണ് അറസ്റ്റിലായത്. കേസിലെ മറ്റു പ്രതികളും സഹോദരങ്ങളുമായ തെക്കേ നന്ദിപുലം മൂലേക്കാട്ടിൽ വീട്ടിൽ അഖിലേഷ്, അഭിലാഷ് എന്നിവരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ്
നന്ദിപുലം സ്വദേശി സുഭാഷിന്റെ വീട് കയറി പ്രതികൾ ആക്രമിച്ചത്. ആക്രമണത്തിൽ സുഭാഷിനും അച്ഛനും സഹോദരിക്കും പരിക്കേറ്റിരുന്നു. സുഭാഷിനെ അസഭ്യം പറഞ്ഞത് പ്രതികളുടെ വീട്ടിൽ അറിയിച്ചതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണയിൽ സ്വർണ്ണ വ്യാപാരിയെ ആക്രമിച്ച് സ്വർണം കവർന്ന കേസിൽ പ്രതിയാണ് വൈശാഖ്. വനന്തരപ്പള്ളി SHO KN മനോജ്, SI അശോക് കുമാർ, ASI ബിജു, CPMമാരായ മുരുകദാസ്, സജീവ് എന്നിവർ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശരീര സൗന്ദര്യ മത്സരത്തിൽ ശ്രീകൃഷ്ണ കോളേജ് ഗുരുവായൂർ തുടർച്ചയായി 5ാം തവണയും ചാമ്പ്യന്മാർ. മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി ശ്രീകൃഷ്ണ കോളേജിന്റെ R ശ്രീറാം തെരഞ്ഞെടുക്കപ്പെട്ടു. മിസ്റ്റർ വേൾഡ്, മിസ്റ്റർ യൂണിവേഴ്സ് മുസാദിഖ് മൂസ മുഖ്യാതിഥിയായിരുന്നു. പെരിഞ്ഞനം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭൂനികുതി വർധനവിനെതിരെ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. DCC സെക്രട്ടറി CC ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സുധാകരൻ മണപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ P മേനോൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KK കുട്ടൻ, പഞ്ചായത്ത് അംഗം CP ഉല്ലാസ്, ബ്ലോക്ക് സെക്രട്ടറിമാരായ PK നസീർ, P വിജയകുമാർ, CK മജീദ്, KM ബാബു, മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ KV ചന്ദ്രൻ, സുവർണൻ കൊല്ലാറ, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിജേഷ് പള്ളായി തുടങ്ങിയവർ നേതൃത്വം നൽകി. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാവറട്ടി വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ തീരുമാനങ്ങൾക്കെതിരെയും ഭൂനികുതി 50% വർദ്ധിപ്പിച്ചതിനുമെതിരെയായിരുന്നു ധർണ. DCC ജനറൽ സെക്രട്ടറി ഷിജു പാവറട്ടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവറട്ടി മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ വിമല സേതുമാധവൻ, TK സുബ്രഹ്മണ്യൻ, നേതാക്കളായ ജോയ് ആന്റണി, ബർട്ടിൻ ചെറുവത്തൂർ, ഉണ്ണി പാവറട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഒല്ലൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒല്ലൂക്കര വില്ലേജ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. ജനദ്രോഹ ബജറ്റ് നിർദ്ദേശങ്ങൾക്കും ഭൂനികുതി വർധനവിനുമെതിരെ നടന്ന ധർണ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് IP പോൾ ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ K അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്യാമള മുരളീധരൻ, അനിൽകുമാർ തെക്കൂട്ട്, മുതിർന്ന കോൺഗ്രസ് നേതാവ് PU ഹംസ, കോൺഗ്രസ് തൃശൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജിജോമോൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ബജറ്റിലെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ഭൂമിയുടെ നികുതി അന്യായമായി 50% വർദ്ധിപ്പിച്ചതിലും പ്രതിഷേധിച്ച് എരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറ്റണ്ട കോട്ടപ്പുറം ഗ്രൂപ്പ് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് K ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. PS സുനീഷ്, NK കബീർ, ഫ്രിജോ വടക്കൂട്ട്, അജു നെല്ലുവായി, MC ഐജു, ചന്ദ്രപ്രകാശ് ഇടമന, സഫീന അസീസ്, സുജാത തുളസി തുടങ്ങിയവർ സംസാരിച്ചു. ബജറ്റിലെ ഭൂനികുതി വർധനവിനെതിരെയും ജനദ്രോഹ നടപടികൾക്കെതിരെയും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നംകുളം വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC സെക്രട്ടറി KC ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PI തോമസ് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് VV വിനോജ്, INTUC ജില്ലാ സെക്രട്ടറി KV ഗീവർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, വാസു കോട്ടോൾ തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക മേഖലയിലാണെങ്കിൽ INTUC നേതാവ് രാധാകൃഷ്ണൻ തുടങ്ങിയ മുഴുവൻ നേതാക്കളെയും ഈ യോഗത്തിലേക്ക്. ഭൂനികുതി വർധനവിനെതിരെ വില്ലേജ് ഓഫീസിന് മുൻപിൽ നടന്ന ധർണയുടെ ജില്ലാതല ഉദ്ഘാടനം അയ്യന്തോളിൽ KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, സുനിൽ അന്തിക്കാട്, മണ്ഡലം പ്രസിഡന്റുമാരായ K സുരേഷ്, CC ദേവി തുടങ്ങിയവർ സംസാരിച്ചു. അന്യായമല്ലേ, ജനങ്ങൾക്ക് നേരെയുള്ള നിങ്ങളുടെ ഈ ജനദ്രോഹ നടപടിയല്ലേ എന്ന് ചോദിച്ചപ്പോൾ സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങൾക്കെതിരെ കോൺഗ്രസ് മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരിങ്ങണ്ടൂർ വില്ലേജ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി K അജിത് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് CH ഹരീഷ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി ജിജോ കുര്യൻ, കൌൺസിലർ KT ജോയ്, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി KR കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ബജറ്റിലെ അന്യായമായ നികുതി വർധനവിനെതിരെ ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർപ്പ്, ഊരകം വില്ലേജ് ഓഫീസുകൾക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. UDF തൃശൂർ ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് K രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ MK അബ്ദുൾ സലാം, DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ്, UDF നാട്ടിക നിയോജകമണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, സുനിൽ ലാലൂർ തുടങ്ങിയവർ സംസാരിച്ചു.
ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള APC മെമ്പർ ഉൾപ്പെടെയുള്ള പലർക്കും ചെറുതുരുത്തി ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 21, 22, 23 തീയതികളിലായി ദേശീയതല വാക്കത്തോൺ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 21-ന് രാവിലെ 10 മണിക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. കോളേജ് അക്കാദമിക് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് കണ്ണമ്പുഴ, BK മനോജ് കുമാർ, ഡോക്ടർ ബിൻസി വർഗീസ്, നൈസ് മീനാശ്ശേരി, ജോർജ് ചിറമൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാഘോഷം സംഘടിപ്പിച്ചു. സഹൃദയ കോളേജിലെ IQACയുടെയും മലയാളം വെസ്റ്റേൺ ഈസ്റ്റേൺ ലാംഗ്വേജ് വിഭാഗങ്ങളുടെയും സർവമംഗള അസോസിയേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ പരിപാടി എഴുത്തുകാരൻ TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 835 രൂപ, പവന് 64,280 രൂപ, വെള്ളി ഗ്രാമിന് 107 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,442 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ബീച്ചി താമരവെള്ളച്ചാലിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ആദിവാസി കൊല്ലപ്പെട്ടു. മലയൻ വീട്ടിൽ പ്രഭാകരനാണ് കൊല്ലപ്പെട്ടത്. മരിച്ച പ്രഭാകരന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപയും ഇൻഷുറൻസ് തുകയായി 1 ലക്ഷം രൂപയും നൽകുമെന്ന് കളക്ടർ. 2 മാസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടത് 14 പേർ. അതിരപ്പള്ളിയിലെ കാട്ടാന ദൗത്യം വിജയകരം. 3 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷം കൊമ്പനെ കോടനാടുള്ള ചികിത്സാ കേന്ദ്രത്തിലെത്തിച്ച് ചികിത്സ ആരംഭിച്ചു. ഗുരുവായൂരിൽ നടന്ന സംസ്ഥാനതല തദ്ദേശ ദിനാഘോഷം സമാപിച്ചു. സാർവത്രിക വിദ്യാഭ്യാസം വ്യാപകമാക്കുന്നതിലും ആരോഗ്യരംഗത്തും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കയ്പമംഗല 3 പേടികയിൽ ജ്വല്ലറി ഉടമയെ കബളിപ്പിച്ച് യുവാവ് 8 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. സമീപ ജ്വല്ലറികളിലും സമാനമായ തട്ടിപ്പ് നടന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. മരത്തങ്കോട് AKG നഗറിൽ ഹെൽമറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ യുവാവ് വീട്ടുമുറ്റത്ത് നിന്നിരുന്ന വയോധികയുടെ മാല കവർന്നു. കോട്ട ബാങ്ക് കവർച്ച കേസിലെ പ്രതി റിജു ആന്റണിയെ ബാങ്കിലെത്തിച്ച് വീണ്ടും തെളിവെടുപ്പ് നടത്തി. പ്രതിയെ വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാക്കും. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.